കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ മൂലം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് നാളുകളായി. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സാധാരണക്കാരായ ആയിരക്കണക്കിന് വരുന്ന രോഗികൾ. പകരം സംവിധാനം ഇല്ലാത്തതാണ് രോഗികളെ വലയ്ക്കുന്നത്. 60 വർഷത്തോളം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകൾ ഏറെയായിരുന്നു. എന്നാൽ അന്നൊന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെട്ടിടം അൺഫിറ്റാണെന്ന് കാണിച്ച് ആശുപത്രിയിലെ സംവിധാനങ്ങൾ നിർത്തലാക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. ഇനിയും ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് കാലതാമസം എടുക്കും. അപ്പോൾ ഈ രോഗികൾ, പാവപ്പെട്ട രോഗികൾ ഇപ്പോഴും പ്രതിദിനം ഏകദേശം 890-900 രോഗികൾ അവിടെ OPയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിഷൻ, സർജറി നടക്കുന്ന അഡ്മിഷൻ പോലും പുറത്തേക്ക് ചെയ്യാത്ത സാഹചര്യം മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടുകയാണ്. മലപ്പുറത്തെ സാധാരണക്കാരായ രോഗികൾക്ക് ആരോഗ്യരംഗത്തെ ഏക ആശ്രയമായിരുന്നു താലൂക്ക് ആശുപത്രി. കിടത്തി ചികിത്സ മുടങ്ങിയതോടെ നിലാരംബരായ രോഗികൾ കോഴിക്കോട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. അതല്ലെങ്കിൽ വലിയ പണം നൽകി നഗരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. കിടത്തി ചികിത്സയ്ക്ക് താൽക്കാലിക സംവിധാനം എത്രയും വേഗം ഒരുക്കണമെന്നാണ് ആവശ്യം. 60 വർഷമുള്ള ഒരു ബിൽഡിങ്ങിന് അൺഫിറ്റ് കൊടുത്ത് ആ വികസനങ്ങൾ നടക്കട്ടെ, നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷേ ഈ രോഗികൾക്ക്, ഏകദേശം ഈ OPയിൽ വരുന്ന രോഗികൾക്കും ഈ 106 ബെഡിൽ ഒരു 100 ബെഡെങ്കിലും പുനഃസ്ഥാപിച്ച ഒരു പകര സംവിധാനം കാണണം. ആശുപത്രിയിലെ അഡ്മിഷന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ, അതായത് മലപ്പുറം ടൗൺ ഹാള്, ഓഡിറ്റോറിയങ്ങൾ, അത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അതിനൊരു കമ്മിറ്റിനെ അവർ നിയോഗിച്ചു. പക്ഷെ ഇപ്പൊ അവർ ആ തീരുമാനത്തിൽ നിന്നൊക്കെ പിറകോട്ട് പോയതുകൊണ്ട് ഈ രോഗികൾ ഫുള്ള്, മലപ്പുറത്തെ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കാൻ മറ്റൊരു മാർഗമില്ല. അതേസമയം കെട്ടിടം പൊളിക്കാനുള്ള സർക്കാർ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അനുമതി ലഭിച്ചാൽ കെട്ടിടം പൊളിക്കുമ്പോൾ താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കുമെന്നും അതുവരെ ആശുപത്രിയുടെ മറ്റു ഭാഗങ്ങളിൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നുമാണ് നഗരസഭ നൽകുന്ന വിശദീകരണം. നിലവിലെ മറ്റു ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും വിരലിലെണ്ണാവുന്ന കിടക്കകൾ മാത്രമേ ആശുപത്രിയിൽ സജ്ജീകരിക്കാൻ കഴിയൂ. കെട്ടിടം പൊളിക്കുമ്പോൾ മാത്രമായിരിക്കും കൃത്യമായ പകരം സംവിധാനം ഒരുക്കുക. എന്നാൽ കെട്ടിടം പൊളിക്കാൻ എന്ന് അനുമതി ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇതോടെ രോഗികളുടെ ആശങ്കയ്ക്ക് അടുത്തെങ്ങും പരിഹാരം ഉണ്ടാകില്ലെന്ന് വ്യക്തം. മീഡിയ 1 മലപ്പുറം.